നമസ്കാരം. ആസാദി നൈറ്റ് ഡിഷയിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. വീണ്ടും ഇന്ത്യക്കാരായ കുടിയേറ്റക്കാരെ നാടുകടത്താനൊരുങ്ങി അമേരിക്ക. 2 വിമാനങ്ങളിലായി എത്തുന്നത് 119 പേർ. ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ള, ജീവനക്കാരെ ബന്ദികളാക്കി പണം മോഷ്ടിച്ചു. കോവിഡിന് ശേഷം സംസ്ഥാനത്തെ സമ്പദ്ഘടനാ വളർച്ചയുടെ പാതയിൽ മുഖ്യമന്ത്രി. വയനാട് പുനരധിവാസം 16 പദ്ധതികൾക്കായി 530 കോടിയുടെ പലിശരഹിത വായ്പ അനുവദിച്ച് കേന്ദ്രം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ഇന്ത്യക്കാരായ കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനൊരുങ്ങി അമേരിക്ക. 119 അനധികൃത കുടിയേറ്റക്കാരെ 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലെത്തിക്കാമെന്നാണ് റിപ്പോർട്ട്. സൈനിക വിമാനത്തിലാണോ വിലങ്ങണിച്ചാണോ എന്ന് വ്യക്തമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനിടെയാണ് അമേരിക്കയുടെ 2ാം ഘട്ട നാടുകടത്തൽ. 2 വിമാനങ്ങളിലായി 119 ഇന്ത്യക്കാരെ നാടുകടത്തുന്നുണ്ട്. പഞ്ചാബ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും പുറത്തു വന്ന വിവരം കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു വിമാനം ശനിയാഴ്ചയും മറ്റൊരു വിമാനം ഞായറാഴ്ചയും അമൃത്സറിലെ ഗുരു രാംദാസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൈനിക വിമാനത്തിലാണോ വിലങ്ങണിച്ചാണോ കൊണ്ടുവരുന്നതെന്ന് വ്യക്തമല്ല. നേരത്തെ 104 ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് സൈനിക വിമാനത്തിൽ ഇറക്കിവിട്ടത് രാജ്യവ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു. എന്നാൽ അമേരിക്കൻ നടപടിയെ ന്യായീകരിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. മാത്രമല്ല, ഇന്ത്യക്കാരെ ചങ്ങലയിലിട്ട് നാട്ടിലെത്തിച്ച സംഭവത്തിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ മോദി മൗനം പാലിച്ചു. 487 ഇന്ത്യക്കാരെ ഇനിയും നാടുകടത്താനുണ്ടെന്നാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം കണക്കുകൾ പുറത്തുവിട്ടത്. നാടുകടത്തുന്ന ഇന്ത്യക്കാരോടുള്ള സമീപനം ഇനിയും ഏതു തരത്തിലാകും എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അതേസമയം പരസ്പര തീരുവ പ്രഖ്യാപനത്തിനു പിന്നാലെ അമേരിക്കയുമായി ആണവ കരാറിൽ ഒപ്പിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര കമ്മി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ എണ്ണ, വാതകം, യുദ്ധവിമാനം തുടങ്ങിയവ വാങ്ങുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം പരസ്പര താരിഫുകളിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കില്ലെന്നാണ് ട്രംപിന്റെ നിലപാട്. ഇന്ത്യക്ക് എണ്ണയും വാതകവും നൽകുന്ന 1ാം നമ്പർ വിതരണക്കാരായി അമേരിക്കയെ മാറ്റുന്ന കരാറുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപ് ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാന വിഷയമായത്. ഈ വർഷം മുതൽ ഇന്ത്യയിലേക്കുള്ള സൈനിക വിൽപ്പന $1 ബില്യൺ വർദ്ധിപ്പിക്കും. ഇന്ത്യക്ക് F-35 വിമാനങ്ങൾ നൽകുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്നും ട്രംപ് വ്യക്തമാക്കി. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ പട്ടാപ്പകൽ മോഷണം. ബാങ്കിലെ ജീവനക്കാരെ ബന്ദികളാക്കിയാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ജീവനക്കാരിൽ ഏറിയ പങ്കും ഭക്ഷണത്തിനായി പോയ സമയത്താണ് മോഷ്ടാവ് എത്തിയതെന്നാണ് വിവരം. ബാങ്കിലുണ്ടായിരുന്ന മാനേജരെയും മറ്റു ജീവനക്കാരെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ടോയ്ലറ്റിനുള്ളിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു മോഷണം. കത്തിയുമായി ബാങ്കിനുള്ളിലേക്ക് കയറിയ മോഷ്ടാവ് പണം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ച ശേഷം കസേര ഉപയോഗിച്ച് ക്യാഷ് കൗണ്ടർ തല്ലിപ്പൊട്ടിക്കുകയും ട്രേയിൽ സൂക്ഷിച്ചിരുന്ന പണം അപഹരിക്കുകയുമായിരുന്നു എന്നാണ് ജീവനക്കാർ പറയുന്നത്. മോഷ്ടാവ് ഹെൽമറ്റ് ധരിച്ചിരുന്നുവെന്നും സംസാരിച്ച ഭാഷ ഏതായിരുന്നുവെന്ന് വ്യക്തമല്ലെന്നും ജീവനക്കാർ പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. CCTV ദൃശ്യങ്ങൾ ഘട്ടത്തിൽ പരിശോധിച്ചിരുന്നെങ്കിലും മോഷ്ടാവ് ഹെൽമറ്റ് ഗ്ലൗസും ധരിച്ച നിലയിലായിരുന്നതിനാൽ മോഷ്ടാവിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. വിരലടയാളങ്ങൾ പരിശോധിക്കാനുൾപ്പെടെയുള്ള തെളിവുകൾ പോലീസ് ശേഖരിക്കാനൊരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. കോവിഡിന് ശേഷം സംസ്ഥാനത്തെ സമ്പദ്ഘടന വളർച്ചയുടെ പാതയിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമ്പദ്ഘടനയെക്കുറിച്ചുള്ള പഠനം പുതിയ ഉൾക്കാഴ്ച സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഇക്കണോമിക് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചാത്തല മേഖലയിലെ പുരോഗതി പുതിയ വളർച്ച തരംഗം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനസംഖ്യ നിയന്ത്രണത്തിൽ ഏറെ നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഫറൻസിന്റെ ഒരു സെഷനിൽ പശ്ചാത്തല മേഖലയുടെ വികസനം വിശദമായി പരിശോധിക്കപ്പെടുമെന്നും പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ എന്തെല്ലാം തുടർ നടപടികളാണ് സർക്കാരിന്റെ ഒക്കെ ഏജൻസികളുടെ ഭാഗത്തു നിന്നും
ഉണ്ടാകരുതെന്നും പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകതയും മുഖ്യമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു. 10 ലക്ഷം രൂപ വീതം 50 ഉന്നത ഗവേഷണ പ്രോജക്റ്റുകൾക്ക് നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രഖ്യാപനം ശ്രദ്ധയിൽ ഉണ്ടായിരിക്കുമെന്നും വസ്തുനിഷ്ഠമായ പഠനം നടത്തി അതിന്റെ ഫലം സർക്കാരിനെ അറിയിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാട് പുനരധിവാസത്തിന് 529 കോടിയുടെ മൂലധന നിക്ഷേപ വായ്പ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ടൗൺഷിപ്പ് അടക്കം 16 പദ്ധതികൾക്കാണ് വായ്പ അനുവദിച്ചത്. പലിശയില്ലാത്ത വായ്പ 50 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഇക്കാര്യം അറിയിച്ച് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് കേന്ദ്രത്തിൽ കത്തയച്ചത്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്ന ടൗൺഷിപ്പുകളിൽ പൊതു കെട്ടിടങ്ങളും റോഡുകളും പാലവും സ്കൂളുകളും പുനർനിർമ്മിക്കുന്നതാണ് കേന്ദ്ര സഹായം. മാർച്ച് 31-നകം പണം ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. സാമ്പത്തിക വർഷത്തിന്റെ അവസാന സമയത്തിൽ പണം അനുവദിച്ച ശേഷം ചെലവ് കാണിക്കണമെന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങളുടെ പ്രതികരണം. തദ്ദേശ സ്ഥാപനങ്ങൾ ഭരണനിർവഹണത്തിന്റെ ശക്തി സ്രോതസ്സുകൾ മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി. ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതി വികസന സെമിനാർ രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ ബഹുമുഖ പരിപാടികൾ നടപ്പിലാക്കുന്ന ഭരണനിർവഹണത്തിന്റെ ശക്തി സ്രോതസ്സുകളാണ് തദ്ദേശ സ്ഥാപനങ്ങളെന്ന് മന്ത്രി പറഞ്ഞു. അതിദരിദ്രമില്ലാത്ത സംസ്ഥാനം എന്ന പദവി കൈവരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ നിസ്തുലമാണ്. വികസന പ്രവർത്തനങ്ങളിൽ സർക്കാർ കക്ഷി രാഷ്ട്രീയ ജാതി മത സാമ്പത്തിക ഭേദങ്ങൾ കണക്കിലെടുക്കാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി അധ്യക്ഷയായി. മുൻ പ്രസിഡന്റുമാരായ KV സുമേഷ് MLA, PK ശ്രീമതി, EV രാധ, KK നാരായണൻ, കാരായി രാജൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. 2025-26 വാർഷിക പദ്ധതി കരട് രേഖ മന്ത്രിയും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരും ചേർന്ന് പ്രകാശനം ചെയ്തു. വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ UP ശോഭ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ VK സുരേഷ് ബാബു, അഡ്വക്കേറ്റ് T സരള, NV ശ്രീജിനി, ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വക്കത്താനം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് CM കൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ശ്രീധരൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നെനോജ് മേപ്പടിയാൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ T ഗംഗാധരൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ ജോൺ എന്നിവർ പങ്കെടുത്തു. 2025 തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് വർഷമായതിനാൽ ബഹുവർഷ പ്രൊജക്ടുകൾ ഏറ്റെടുക്കാൻ പരിമിതി ഉണ്ടെന്ന് വികസന രേഖ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, നവംബർ മാസത്തോടെ പൂർത്തിയാക്കാൻ കഴിയുന്ന പ്രൊജക്ടുകൾക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ട്. 2025-26 വാർഷിക പദ്ധതിയുടെ കരട് രേഖയിൽ 109.86 കോടി രൂപയുടെ വിഭവ സ്രോതസ്സുകളാണ് ജില്ലാ പഞ്ചായത്ത് കണക്കാക്കുന്നത്. സംസ്ഥാന ബജറ്റ് വിഹിതം, ജില്ലാ പഞ്ചായത്തിന്റെ സ്വന്തം വരുമാനം, MLA പ്രാദേശിക വികസന ഫണ്ട് വിഹിതം, പ്രതീക്ഷിക്കപ്പെടുന്ന CSR ഫണ്ട് എന്നിവ ഉൾപ്പെടുന്നതാണ് ജില്ലാ പഞ്ചായത്തിന്റെ വിഭവ സ്രോതസ്സുകൾ. ഉൽപാദന മേഖലയിൽ തരിശുഭൂമികൾ പരമാവധി കൃഷിയോഗ്യമാക്കുക, പാടങ്ങൾ, പറമ്പുകൾ എന്നിവിടങ്ങളിലെല്ലാം സാധ്യമായ വിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക, ജില്ലയിലെ കൃഷി മൃഗസംരക്ഷ ഫാമുകളുടെ പ്രവർത്തനം ആധുനികവൽക്കരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പരിഗണിച്ചു. തെരുവുനായ ശല്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള ABC സെന്ററിൽ യൂണിറ്റുകളുടെ എണ്ണം 2 വർദ്ധിപ്പിക്കുക, ബ്ലോക്ക് തലത്തിൽ ABC സെന്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ശക്തമായ പിന്തുണ നൽകുക, ജോണീസ് DCCയിൽ നിന്നും മോചിതമായ കൊമ്മേരി ആർട്ട് ഫാമിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക, പാലുൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഉണ്ടായി. പാർപ്പിടം, കുടിവെള്ളം, വിദ്യാഭ്യാസം, ആരോഗ്യം, ശുചിത്വ പരിപാലനം, സാമൂഹ്യനീതി, ദാരിദ്ര്യ ലഘൂകരണം, SC/ST വികസനം, കലാകായിക പ്രവർത്തനങ്ങൾ, ജൈവ വൈവിധ്യ സംരക്ഷണം, ദുരന്ത നിവാരണം എന്നിവയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ സൃഷ്ടിക്കാനും വേണ്ട നടപടികളാണ് സേവന മേഖലയിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലും സോളാർ വൈദ്യുതി യൂണിറ്റുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യം ഇക്കൊല്ലം പൂർത്തിയാക്കാൻ സാധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ വിദ്യാലയങ്ങളിലെ കമ്പ്യൂട്ടർ ലാബുകളിലെ കമ്പ്യൂട്ടറുകളുടെ എണ്ണത്തിലെ കുറവ് അടുത്ത സാമ്പത്തിക വർഷം തന്നെ പരിഹരിക്കണം. ആരോഗ്യമേഖലയിൽ പകർച്ചവ്യാധി മരണവും വ്യാപനവും വലിയ ഉത്തരവാദിത്തമായി കണ്ടുതടയുന്നതിന് സ്ഥാപനങ്ങളെ സജ്ജമാക്കണം. പശ്ചാത്തല മേഖലയിൽ ജില്ലാ പഞ്ചായത്ത് റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കുവാൻ നടപടി വേണമെന്നും നിർദ്ദേശമുണ്ട്.
2024-25 വർഷം 643 പ്രൊജക്ടുകൾ 2024-25 നടപ്പ് വാർഷിക പദ്ധതിയിൽ സ്പിൽ ഓവർ ബഹുവർഷ പദ്ധതികളടക്കം 643 പ്രൊജക്ടുകളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇവയിൽ 98 എണ്ണം ഉൽപാദന മേഖലയിലും 415 എണ്ണം സേവന മേഖലയിലും 130 പശ്ചാത്തല മേഖലയിലും ആയിരുന്നു. 2 റിവിഷനുകളിലായി പ്രൊജക്ടുകൾ 638ആയി. ഇതിൽ 621 എണ്ണത്തിന്റെയും പ്രവർത്തനം ജനുവരി 31-നകം ആരംഭിച്ചിരുന്നു. ഇതുവരെ ആരംഭിക്കാൻ കഴിയാത്തത് 17 എണ്ണം. പദ്ധതി അടങ്കൽ തുകയായ 100.23 കോടി രൂപയിൽ ഇതിനകം ചെലവഴിച്ചത് 59.72 കോടി രൂപയാണ്. വികസന ഫണ്ടുകളുടെ 2 ഗഡുക്കളും മെയിന്റനൻസ് വിഭാഗം ഫണ്ടുകളുടെ 3 ഗഡുക്കളുമാണ് തനത് വർഷം ലഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. പെരുവ ചെമ്പുംകാവ് പ്രീ മെട്രിക് ഹോസ്റ്റൽ കടൽക്കണ്ടം പാലം ഉദ്ഘാടനം 15. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യമിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച ചെമ്പുക്കാവ് പ്രീ മെട്രിക് ഹോസ്റ്റൽ ഉദ്ഘാടനം ഫെബ്രുവരി 15 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു നിർവഹിക്കും. കോളയാട് ഗ്രാമപഞ്ചായത്തിലെ പെരുവ നിവാസികളുടെ ചിരകാല അഭിലാഷമായ കടൽക്കണ്ടം പാലത്തിന്റെ ഉദ്ഘാടനം രാവിലെ 11 മണിക്ക് മന്ത്രി നിർവഹിക്കും. KK ശൈലജ ടീച്ചർ MLA അധ്യക്ഷത വഹിക്കും. പദ്ധതി പൂർത്തീകരണം തദ്ദേശ സ്ഥാപന ഭാരവാഹികളുടെ യോഗം ചേർന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ മാർച്ച് 30-നകം ഏറ്റെടുത്ത് പൂർത്തിയാക്കേണ്ട പദ്ധതികൾ സംബന്ധിച്ച ഹരിത കേരള മിഷൻ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ന്യൂ ഇന്ത്യ ലിമിറ്റഡ് പ്രോഗ്രാം, ശുചിത്വ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭാരവാഹികളുടെ യോഗം ചേർന്നു. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി അധ്യക്ഷയായി. തദ്ദേശ സ്ഥാപനങ്ങളിൽ അതിദരിദ്ര നിർമ്മാർജ്ജന പ്രഖ്യാപനം ഫെബ്രുവരിയോടെ പൂർത്തീകരിക്കുമെന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. വരൾച്ച പ്രതിരോധിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. പാനൂർ, തലശ്ശേരി, കണ്ണൂർ ബ്ലോക്കുകളിൽ ജലലഭ്യത കുറവ് കാണുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ ഇടപെടൽ വേണം. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം. ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ മാതൃകയിൽ തോടുകളുടെ ശുചീകരണം, സംരക്ഷണം എന്നിവയ്ക്ക് പരിപൂർണ സാക്ഷരത ലക്ഷ്യമാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടുകൂടി നടത്തുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിന്റെ പ്രവർത്തനം യോഗം വിലയിരുത്തി. 1-ാം ഘട്ടത്തിൽ 5163 പേർ പരീക്ഷ എഴുതി പാസായി. 2-ാം ഘട്ടത്തിൽ 37 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. സർവേ നടത്തി പഠിതാക്കളെയും സന്നദ്ധ അധ്യാപകരെ കണ്ടെത്തി പരിശീലനം നൽകി ജൂലൈയിൽ പരീക്ഷ നടത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, NREGS ജോയിന്റ് ഡയറക്ടർ ജെയ്സൺ മാത്യു, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുനിൽകുമാർ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ TV ശ്രീജൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ ജോൺ എന്നിവർ സംസാരിച്ചു. നഷ്ടമായത് ചരിത്ര കുതുകിയായ ശാസ്ത്ര അധ്യാപകനെ. കൂടാളി. വ്യാഴാഴ്ച രാത്രി വിട്ടുപിരിഞ്ഞ KT സുധാകരൻ കൂടാളിയുടെ സൗമ്യമുഖവും ചരിത്രകുതുകിയുമായിരുന്നു. ശാസ്ത്രവും ചരിത്രവും ഒരേപോലെ പുതുതലമുറയിൽ എത്തിക്കുന്നതിൽ ശ്രദ്ധേയമായിരുന്നു ഇവർ. വിരമിച്ചിട്ട് 24 വർഷം കഴിഞ്ഞിട്ടും ഇന്നും കൂടാളിയുടെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിലും കൂടാളി വായനശാല പരിപാടികളിലും സജീവ സാന്നിധ്യമായിരുന്നു. പ്രാദേശിക ചരിത്രങ്ങളുടെ സൂക്ഷിപ്പുകാരനുമായിരുന്നു. കല്യാട് താഴത്ത് വീട് കുടുംബ ട്രസ്റ്റ് സെക്രട്ടറിയായ അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ 1 നൂറ്റാണ്ടത്തെ കൂടാളിയുടെ ചരിത്രമുണ്ട്. കോൺഗ്രസ് നേതാവും മദ്രാസ് നിയമസഭയിൽ ജന്മിമാരുടെ പ്രതിനിധിയുമായിരുന്ന KT കുഞ്ഞിക്കമ്മാരൻ നമ്പ്യാരുടെ അടുത്ത ബന്ധവും ചിത്രകാരന് സഹായകരമായി. ദീർഘകാലം ഹൈസ്കൂൾ പ്രധാന അധ്യാപകനായും മാനേജ്മെന്റ് കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു. ഉത്തര മലബാറിലെ പ്രധാന ജന്മി കുടുംബമായ കൂടാളി താഴത്തെ വീട്ടിലെ അംഗം എന്ന നിലയിൽ നാടിന്റെ ചരിത്രം പുതുതലമുറയിൽ എത്തിക്കുന്നതിന് നിരന്തരം ശ്രമിച്ചിരുന്നു. ശാസ്ത്ര വിഷയത്തിൽ പ്രാവീണ്യമുള്ള അധ്യാപകൻ ഇന്നും ഈ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് വെളിച്ചമാണ്. രാജ്യത്ത് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശിഷ്യഗണങ്ങളുണ്ട്. 10 വർഷം മുന്നേ AKG പഠന ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച യൂത്ത് ഫെസ്റ്റിൽ തമിഴ്നാട്ടിലെ ഒരു വിദ്യാർത്ഥിയുടെ പഠനം കൂടാളി താഴത്തെ വീടിനെയും അത് കൂടാളിയിൽ ചെലുത്തിയ സ്വാധീനത്തെയും കുറിച്ചായിരുന്നു. ആ പഠനത്തിലും സുധാകരൻ മാസ്റ്ററുടെ പേര് എടുത്തു പറയുന്നുണ്ട്. രാജ്യത്തെ വിവിധ മേഖലകളിൽ നിന്നുള്ള ചരിത്രകാരന്മാർ താഴത്തെ വീടിനെ കുറിച്ച് പഠിക്കാൻ എത്തിയാൽ സുധാകരൻ മാസ്റ്ററെയാണ് സമീപിക്കുക. വീട്ടിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേരുമെത്തി. P. അനന്തൻ സ്മാരക മാധ്യമ അവാർഡ് ജസ്ന ജയരാജിന്. കണ്ണൂർ.
ദേശാഭിമാനി മാനേജരും സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവുമായിരുന്ന സഖാവ് പി അനന്തന്റെ ഓർമ്മയ്ക്ക് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം ജസ്ന ജയരാജിനെ. സാംസ്കാരിക വികസനോന്മുഖ റിപ്പോർട്ടിംഗിൽ മികവ് തെളിയിച്ച ജസ്ന ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോവിൽ സീനിയർ റിപ്പോർട്ടറാണ്. വാർത്തകൾ കണ്ടെത്താനുള്ള സവിശേഷ അഭിരുചി, അവതരണ രീതിയിലും ഭാഷാശൈലിയിലുമുള്ള മേന്മ, സാമൂഹിക പ്രശ്നങ്ങളിലെ ജാഗ്രതയോടെയുള്ള ഇടപെടൽ എന്നിവ പരിഗണിച്ചാണ് ഈ വർഷത്തെ അവാർഡ് ജസ്നയ്ക്ക് നൽകുന്നത്. കേരളത്തിൽ ഇലക്ട്രോണിക്സ് വ്യവസായ വിപ്ലവത്തിന് തുടക്കം കുറിച്ച പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിന്റെ പുതിയ കാലത്തെ അതിജീവനം, ഉത്തര മലബാറിന്റെ സംരംഭത്വ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന മൈസോൺ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്റർ, മാങ്ങാട്ടുപറമ്പ് കെൽട്രോണിൽ സ്ഥാപിച്ച രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം എന്നിവയെക്കുറിച്ച് ജസ്ന ഈയിടെ തയ്യാറാക്കിയ ലേഖന പരമ്പരകൾ ശ്രദ്ധേയമായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിംഗിൽ നേരത്തെ പ്രത്യേക പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷനിലും ജേർണലിസത്തിലും ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ ശേഷം 2013 ദേശാഭിമാനിയിൽ ചേർന്നത്. കണ്ണൂർ മാങ്ങാട്ടെ പി ജയരാജിന്റെയും പി വി കൃഷ്ണകുമാരിയുടെയും മകളാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജാണ് ഭർത്താവ്. മകൻ ഏതൻ സാഞ്ചസ്. പ്രശംസാപത്രവും ഉപഹാരവും 10,000 രൂപ ക്യാഷ് അവാർഡും അടങ്ങുന്നതാണ് പുരസ്കാരം. പി അനന്തൻ സ്മാരക സമിതിയാണ് അവാർഡ് നൽകുന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തകരായ കെ വി കുഞ്ഞരാമൻ ചെയർമാൻ, കെ ബാലകൃഷ്ണൻ, എഴുത്തുകാരൻ എം കെ മനോഹരൻ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് നിർണയിച്ചത്. ഫെബ്രുവരി 27 പെരളശ്ശേരിയിൽ നടക്കുന്ന പി അനന്തൻ അനുസ്മരണ സമ്മേളനത്തിൽ എം വി നികേഷ് കുമാർ അവാർഡ് സമ്മാനിക്കും. വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് ഫസ്റ്റ് ലവ്. ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് യൂണിയൻ NSS യൂണിറ്റ് മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന്റെ കീഴിലുള്ള ആർദ്രം ദീപം എന്നിവ സംഘടിപ്പിച്ച ഫസ്റ്റ് ലവ് പരിപാടി തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾക്ക് ബോധവൽക്കരണവും മാനസികവും ആരോഗ്യപ്രദവുമായ സഹായം ആവശ്യമാണെന്നും വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ ഏറ്റവും അനുയോജ്യമായവർ മാതാപിതാക്കൾ തന്നെയാണെന്നും സബ് കളക്ടർ പറഞ്ഞു. വയോജനങ്ങളോടൊപ്പം സമയം ചെലവഴിക്കണമെന്ന് മാനസികമായി ചേർത്ത് പിടിക്കുവാനും സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ KM ജമുന റാണി മുഖ്യാതിഥിയായി. വയോജനങ്ങളെ യുവതലമുറ ചേർത്ത് പിടിക്കുന്നത് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളാണെന്നും അപൂർവ സംഗമത്തിൽ പങ്കെടുത്തതിൽ സന്തോഷമുണ്ടെന്നും അവർ പറഞ്ഞു. അനാഥർക്കും അഗതികൾക്കും വിധവകൾക്കും കിടപ്പിലായവർക്കും അഭയം നൽകുന്ന തറവാട് ഹാപ്പി ഹോമിലെ 18 പേരാണ് പരിപാടി പങ്കുചേർന്നത്. തുടർന്ന് വിദ്യാർത്ഥികളുടെയും വയോജനങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറി. എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് പി അധ്യക്ഷനായി. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു, സബ് കളക്ടർ ഓഫീസർ സീനിയർ സൂപ്രണ്ട് കെ നിസാർ, തറവാട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രസിഡന്റ് VP അബ്ദുൽ ഖാദർ, സെക്രട്ടറി അബ്ദുൽ മജീദ്, മാനേജിംഗ് പാർട്ണർ പെപ്പർ പാലസ് ഖാലിദ് M, NSS പ്രോഗ്രാം ഓഫീസർ P ഷബീൻ എന്നിവർ പങ്കെടുത്തു. അമർ ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതികൾ മഴക്കാലത്ത് മുമ്പ് പൂർത്തിയാക്കും. തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ വിവിധ കുടിവെള്ള പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താനായി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീറിന്റെ അധ്യക്ഷതയിൽ വാട്ടർ അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥരുടെയും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെയും സംയുക്ത യോഗം ചേംബറിൽ ചേർന്നു. തലശ്ശേരി നഗരസഭയിൽ അമൃത് പദ്ധതി പ്രകാരമുള്ള കുടിവെള്ള പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും കോടിയേരി ഭാഗം ഉൾപ്പെടുത്തി പുതിയ പദ്ധതി ടെൻഡർ ചെയ്തതായും യോഗത്തിൽ അറിയിച്ചു. പൈപ്പിട്ട ഭാഗങ്ങളിൽ മാർച്ച് 15 പുനഃസ്ഥാപനത്തിന് പ്രവൃത്തി പൂർത്തിയാക്കാനും പൈപ്പിടാനുള്ള ഭാഗങ്ങളിൽ പ്രവൃത്തി സമാന്തരമായി ചെയ്യാനുമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.